ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. കാരണം അത്രയും മട്ടിച്ചു പൊളിക്കാൻ വരണ ഒരു അടിപൊളി ഗസ്റ്റ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോണെ കേട്ടോ. അത് ആരാണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറയില്ല. എന്തായാലും ടീം മെമ്പേഴ്സും വരട്ടെ, അവർക്കും ഒരു സർപ്രൈസ് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് റിവീൽ ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം എന്റെ ടീം ടു സ്റ്റാർ മാജിക്. നമ്മുടെ സ്കൂളിലൊക്കെ ആദ്യമായിട്ട് ജോലി കിട്ടി ജോയിൻ ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ മ്യൂസിക് ടീച്ചർ. അല്ല, ലക്ഷ്മി പറ്റി പറയാണ്. അടിമാലി ഒരു ദിവസം വയറ്റിൽ വെച്ച ഒരു പയ്യൻ. അടിമാലി എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ കൂടെ പഠിച്ചത്. അയ്യോ ആണോന്ന്. പക്ഷെ ടീച്ചറിന് അളിയന് ഓർമ്മയുണ്ട്. പക്ഷെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥികളെ പോലും നമ്മൾ ഓർക്കില്ല. കാരണം സ്കൂളിൽ പഠിച്ച ആളുകൾ നമ്മൾ ഇത്ര ഒരുപാട് വർഷം കഴിയുമ്പോൾ നമ്മൾ ഓർക്കുക. പക്ഷെ ടീച്ചർമാരെ നമ്മൾ മറക്കില്ല. നീ മറക്കില്ല, എനിക്കറിയാം. മലയാളം അധ്യാപികമാരൊക്കെ പട്ടുസാരി എടുത്തിട്ടാ വരണെന്നുള്ളത് എനിക്കിത് ആദ്യത്തെ. എന്റെ വിശേഷ ദിവസങ്ങളിൽ ടീച്ചേഴ്സ് സുന്ദരിയായിട്ട് വരുമല്ലോ. പച്ചക്കുതിരയുടെ കണ്ണട ഇവിടെ നീട്ടി സൂചിച്ചേട്ടാ. എനിക്ക് തോന്നണം ഇവൻ ചിരട്ട ഉരച്ച് കണ്ണട ഉണ്ടാക്കിയത്. എന്തായാലും ഇന്ന് കൗണ്ടേഴ്സിനൊന്നും ഒട്ടും ക്ഷാമം ഉണ്ടാവില്ല. അങ്ങോട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് രണ്ടു തരാനായിട്ട് ഒരാളെ ഇന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചതാ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഓൾറൗണ്ടർ അല്ലെങ്കിൽ ഒരു ഓൾ ഇൻ വൺ പാക്കേജ് എന്ന് വേണം പറയാനായിട്ട്. പ്ലേ ബാക്ക് സിംഗർ ആണ്, ആങ്കർ ആണ്, ഡാൻസർ ആണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്, ഇങ്ങനെ പോകും. ആക്ട്രസ് ആണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ രാവണന് 10 തലയുണ്ടെന്നൊക്കെ നമ്മൾ പറയണ പോലെ ഒരു സ്റ്റേജ് ഷോ ഒറ്റയ്ക്ക് നയിക്കാനായിട്ട് ഈ ഒരാള് മാത്രം മതി. ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നമുക്ക് നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് ഇന്ന് ഇൻവൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം റിമി ടോമി. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കൂ. മേഘപ്പഴുതുകൊണ്ട് മനത്ത് കോട്ടയ്ക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും.
ഈസ് ഹിയർ നോ. ഷീ ഈസ് ഹിയർ. അല്ല തുടക്കവേ കൗണ്ടർ റിമി അവനെ കൗണ്ടർ അടിച്ചു. ഇനി ചറപറ. അല്ലല്ല, അത് ആക്ച്വലി ചേച്ചി എപ്പിസോഡ് കാണാറുണ്ട്. ഇതാരൊക്കെ ഈ പറയണേ? എന്താ പറയാ, എനിക്കിവിടെ നിക്കാൻ തന്നെ പേടിയോ, കാരണം അങ്ങനത്തെ അതെനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പീഡിപ്പിക്കുമ്പോ മാത്രമേ പുള്ളിക്ക് പേടി. ഷിയാസിനെ രക്ഷിച്ചു കേട്ടോ, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. കാരണം ഞാൻ മോളിൽ നിന്ന് വീഴണ്ടല്ല, വന്നത്. ഹൈറ്റ് പേടിയാന്ന് പറഞ്ഞപ്പോ ഹൈറ്റ് ഉള്ള ഒരുത്തൻ ചെന്നേക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ റിമി അപകടത്തിലാക്കണ അവൻ ഒറ്റ ഒരുത്തനാ. പാട്ട് പാടുമ്പോ ശ്രദ്ധിക്കണം, കൂടെ ഒന്ന് ഡാൻസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. ആളല്ലാത്തിന്റെ കാലം കയറി ചവിട്ടും. ഈ ഹൈറ്റ് ഫോബിയ എന്നെന്തോ ഒരു സംഭവം ഉണ്ട്, അത് എനിക്ക് ഭയങ്കര അങ്ങനെ എന്തോ സംഭവം. ഞാൻ ഫോബിയ എന്നൊക്കെ ചുമ്മാ CBSE സ്കൂളിൽ പഠിച്ചാന്ന് അറിയിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞു. ഇതെന്താ അറിയോ, ഞങ്ങള് പറയണ്ടെന്ന് വെച്ചതാ. ചേച്ചി ഒരു മുഴം മുന്നേ, അതായത് ഏറ്റവും ആദ്യം സ്റ്റെപ്പിന്റെ മുകളിൽ കയറി ഞങ്ങളിത് മിണ്ടില്ലായിരുന്നു. അതെന്നാന്ന് പറയട്ടെ, എനിക്ക് ഫ്ലൈറ്റിൽ ഇപ്പോഴും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പോകുന്ന സമയത്ത് ഒരു ഇത് പ്രശ്നം വരും. പിന്നെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ഇങ്ങനെ പോയിട്ട് താഴോട്ട് നോക്കുന്ന സമയത്ത് അറിയാണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോ ചില ആൾക്കാർക്കുള്ള പ്രശ്നം അതേപോലെ തോന്നിപ്പോയി നമ്മുടെ ആ മുകളിൽ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഹൈറ്റ് പേടിയുണ്ടെന്ന് പറഞ്ഞാൽ റിമിയുടെ പാസ്പോർട്ട് ഇത്ര ഉണ്ട്. എല്ലാ മിക്ക ഫ്ലൈറ്റിന്റെ അടുത്തേക്കുന്ന ആൾക്കാർ സാരില്ലോട്ടോ, സാരില്ല. ചില ആൾക്കാർക്ക് ഇപ്പൊ വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാർ, വേറെ ഭാഷക്കാർക്ക്, മലയാളികൾക്ക് അറിയാം, അല്ലാത്ത ആൾക്കാർ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കുന്നതായിട്ടോ ഒന്നും പറഞ്ഞ് ഭയങ്കര ആശ്വാസമൊക്കെ. അഥവാ പരിചയമില്ലാത്ത ആൾക്കാരാണ് അടുത്തിരിക്കും, ഞാൻ ഇങ്ങനെ ഒന്ന് ചുമ്മാ പരിചയപ്പെട്ടൊക്കെ ഇരിക്കും. കാരണം എന്തായാലും കയ്യെ കയറി പിടിക്കും, അല്ലെങ്കിൽ കഴുത്തെ കയറി പിടിക്കും. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയ ഒരാള്, ആദ്യമായിട്ട് പുള്ളി ഫ്ലൈറ്റ് കയറുക. ഫ്ലൈറ്റ് കയറിയിട്ട് വേറൊരുത്തൻ സൈഡ് സീറ്റിൽ ഇരിക്കുക. പുള്ളി തൊട്ട് പറയുന്ന വെച്ചാൽ ഇങ്ങനെ താഴേക്ക് നോക്കിട്ട് പറയാ, മൊത്തം എന്ത് ഫ്ലൈറ്റിനകത്ത് പോകുമ്പോഴേ താഴേക്ക് നോക്കുമ്പോ ഈ വണ്ടിയും കെട്ടങ്ങളൊക്കെ ഉറുമ്പ് പോലെ അല്ലേ എന്ന് വെച്ചപ്പോ ഇങ്ങനെ പുള്ളി പറയാ, അത് ഫ്ലൈറ്റ് വാങ്ങിയിട്ടില്ല, അത് ഉറുമ്പ് തന്നെയാന്ന്. ഇവിടെയുള്ള എല്ലാരും ഞാൻ തന്നെ എനിക്ക് എല്ലാരും പരിചയമുണ്ട്, ഒത്തിരി എപ്പിസോഡുകൾ കാണാറുണ്ട്. ഇനി എപ്പിസോഡ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനിൽ ഇത് തന്നെയാണല്ലോ. ഒരു പക്ഷേ ഈ ലോക്ക്ഡൌൺ സമയത്ത് 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഓരോരുത്തരും ശരിക്കും വലിയ പുണ്യപ്രവൃത്തിയാ. അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്തില്ല എന്നോർത്ത് വിഷമിക്കണ്ട. എന്ത് രസമായിട്ട് ഇന്ന് മലയാളം കണ്ട ഏറ്റവും ടോപ്പ് ആങ്കറല്ല, അത് മാത്രമേ ചേച്ചിയും ഷിയാസും തമ്മിലുള്ള ആ ഒരു ബന്ധം ഷിയാസ് ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ടായിരുന്നു. ആ ബന്ധത്തെ പറ്റി ഒന്ന് പറയൂ. ഞങ്ങൾ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല. അല്ല പറയണേക്ക് ഒരു ഷോയിൽ വന്ന് പരിചയപ്പെട്ടു. എനിക്ക് പരിചയപ്പെടുമ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് കത്തും, അയ്യോ ഇത് നമുക്ക് പറ്റിയ ആള് എന്നിങ്ങനെ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ കാണുമ്പോ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാം. അപ്പല്ല നമുക്ക് പറ്റിയ ആളെന്ന് പറയുമ്പോ ക്രൈറ്റീരിയസ് ഭയങ്കര ജോളിയാണ്, പിന്നെ കലകലാന്ന് വർത്താനം പറയും, പിന്നെ എനർജറ്റിക് ആണ്, പിന്നെ ഒന്നും നോക്കാതെയുള്ള ഒരു സംസാരം. അതൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ഹഠാത് ആകർഷിച്ചു. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടോ, ഷിയാസിന്റെ ഒരു പാട്ടുണ്ട്, അത് എന്തായാലും പാടിപ്പിക്കും. അത് കളക്ടർ നിരോധിച്ചു. ഞങ്ങളുടെ വെള്ളഷർട്ടിലൊക്കെ ചെളി പറ്റാതുകൊണ്ടാണ്. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പൊ തന്നെ ഞാൻ പിടിച്ച് ഒരു 4 പേരെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഒരു 2-3 വർഷമായിട്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ 5-6 പേരുണ്ട്. അതിന്റെ അത് മാസത്തിലെങ്കിലും ആരെങ്കിലും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ആ ഗ്രൂപ്പ് കൊണ്ടൊരു ഗുണം ഉണ്ടായത്, ഈ മാസമായിരുന്നു പിറന്നാള്. അന്ന് ഒരു 11 മണിയൊക്കെ ആയ സമയത്ത് അർദ്ധരാത്രി, ഇപ്പോൾ പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ, 11-12 ഇടയില് ഷിയാസ് മാത്രല്ല, ഷിയാസ്, ശ്വാസിക, നമ്മുടെ ഞങ്ങൾ 3 പേരും, ഇവര് 3 പേരും വന്ന് പെട്ടെന്ന് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അത് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നതിന് മുമ്പ്, അയ്യോ സത്യം ഒരു വർഷം വീട്ടിൽ വന്നു. ഷിയാസിന് ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഷിയാസ് പറ എന്റെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് ഒരു കുക്ക് എന്ന രീതിയിൽ എന്നോട് ചോദിച്ചു ഒരു 10 ബിരിയാണി കിട്ടും, ഞങ്ങൾക്ക് വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു കേറ്ററിംഗ് ഇപ്പൊ ഇതുവരെ ആലോചിച്ചിട്ടില്ല, ഇനി ലോക്ക്ഡൌൺ നീളുവാണ്. അല്ലല്ല, നമ്മളെ പലരുടെയും ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്, ആരുടെ വീട്ടിലും രാത്രി ഷിയാസെ ഈ പുളുങ്കൊമ്പിൽ കയറി പിടിക്കില്ല. ഞാൻ എനിക്ക് പരമാവധി എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ എത്താറുണ്ട്, അല്ലെങ്കിൽ കേക്ക് കൊടുക്കാം. ഞാൻ നിന്റെ തൊട്ടടുത്ത റൂമിൽ ബർത്ത്ഡേ ആയിട്ട് കിടന്നത്, കേക്ക് പോട്ട് ലോക്കൽ ചായക്കടയിൽ ഒരു ബെഡ് കേക്കെങ്കിലും ഞങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ശരിക്കും വന്ന വഴിക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് കിക്ക് കിട്ടണമെങ്കിൽ ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. കറക്റ്റ് കിക്ക് കിട്ടണമെങ്കിൽ 1.5 അടിക്കണം. അത് മതിയോ?
ടോപ്പ് സിംഗർ അല്ല, സ്റ്റാർ മാജിക്കാ. അത് നമ്മുടെ സ്റ്റാർ മാജിക്കിന്ന് ഒരു കോൾ വന്നപ്പോ ഫസ്റ്റ് മനസ്സിൽ തോന്നിയ കാര്യം എന്താ? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. തോന്നിയ ഒരു ഉത്സവല്ലേ, ഒരു മനസ്സിനൊരു സന്തോഷം, കുറച്ച് ഭയങ്കര ഒരു ബഹളം, എന്നാ ഒരു ഗെയിം അല്ലേ? ഇതെവിടെയാണ് ശരിക്കും ഉത്സവം നടക്കുന്നത്? നാട്ടിലൊന്നും ഉത്സവമില്ല, അറിയില്ലേ? കോവിഡാ പ്രശ്നം. നീ വന്നെന്ന് അറിഞ്ഞപ്പോ അടിമാലി പ്രമദവനം ഇന്നലെ തൊട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക, വന്നില്ല. റിമിക്ക് സ്പെഷ്യൽ ഒരു ആർട്ടിസ്റ്റിനെ അനുകരിക്കാൻ പോകും പുള്ളി, ജഗദീഷ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അനുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. വരൂ. ഭയങ്കര സുന്ദരിയായി. അല്ല അത് മാത്രല്ല, അനു എന്റെ അമ്മേ ഗെയിമിലൊക്കെ ഇത്രയും ആക്റ്റീവ് ആവാൻ പറ്റുമോ പെൺപിള്ളേർക്ക്? ഭയങ്കര അത്ഭുതം. വേറെ സംഭവം ഹരിക്കുട്ടിയാ, പക്ഷെ വാതിറക്കാൻ സമ്മതിക്കരുത്. പറയണം, ഇവിടെ തൊഴിലുറപ്പല്ലേ? എന്ത് ചെയ്യൂലോ? തെങ്ങേക്കാരുടെ മടലൊക്കെ വലിച്ചടിക്കണേ ഇവിടെ. അതുപോലെ ആര്യനാട് യൂണിയനിലായിരുന്നു. അല്ല എനിക്ക് വലിയ ഇവിടെ വർക്കില്ലാത്ത യൂണിയൻ, ചേട്ടൻ നെടുമ്പങ്ങാട് യൂണിയൻ. അത് തന്നെ. ചേച്ചി മുമ്പ് ഞാൻ ചേച്ചിയുടെ സിനിമയിൽ അന്ന് അതെന്താ ഉറക്കെ പറയത്തെ? അതെന്ത് അത് മാത്രം പതുക്കെ പറയണേ. മുമ്പ് ഞാൻ ചേച്ചിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചേച്ചിയിൽ പറയാം. ചേച്ചിയുടെ കൂട്ടുകാരിയായിട്ട് ഓർമ്മയുണ്ടെന്നറിയില്ല, വള്ളത്തിലിരിക്കുന്ന സീൻ തിങ്കൾ മുതൽ വെള്ളി വരെ. അതെ. അന്ന് മോള് ശരിക്കും ഫേമസ് അല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ഭയങ്കര കത്തി നിൽക്കുന്ന സ്റ്റാർ അല്ലേ ഇവിടുത്തെ? വെറുതെ അല്ല, ഒരു കരിഞ്ഞ മണം കത്തി നിൽക്കുമല്ലേ ഇവിടെ. നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് അംഗം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഉത്സവം എന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ ഉത്സവം കൊടി ഏറ്റാനായിട്ട് റിമി ചേച്ചിയുടെ തന്നെ ഒരു സോങ്ങോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലേ അതിന്റെ ഒരു ഇത്? അതെ, തുടങ്ങാം. അതാണ് ഇതിന്റെ ചങ്ങാതി പൂവി നിന്നോട് ഇഷ്ടങ്ങൾ ചൊല്ലാം ഞാൻ. ചെമ്മാന ചേലത്ത് ചിങ്കാരിപ്രാവി കണ്ണാലെ താഴിട്ട് പൂട്ടാം ഞാൻ. ചിറകിൽ കല്ലിപ്പിന്നി കനവോ തുള്ളി പറക്കും നിറങ്ങളാ എന്റെ കണ്ണിൻ മനസ്സിൻ മുല്ലക്കാടിൻ തണലിൽ ആരാരും കാണാതെ ചില്ലാട കുഞ്ഞു
വിഷ്വലൈസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, സിംഹാസനം എന്ന സിനിമയിൽ ഷാജി കലാസാറിന്റെ 2013 പാടിയ പാട്ട് നമ്മളൊന്ന് റീമേക്ക് ചെയ്തു. റോണി റാഫേൽ മ്യൂസിക്, സെയിം പാട്ട് സെയിം ട്യൂൺ തന്നെ, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വിഷ്വൽ ചെയ്തു. ഭയങ്കര ഗംഭീരമായിരുന്നു. നായിക ഞാനായെന്ന് മാത്രം. മൂന്നാറിലൂടെ കാപ്പിത്തോട്ടത്തിനിടയിലൂടെ ഞാൻ അഭിനയിച്ചു എന്ന് മാത്രം. ഭയങ്കര ഗംഭീരമായിരുന്നു. ഞാൻ പേടിച്ചു കേട്ടാ ഈ പാട്ട് പാടിയപ്പം. ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് പിഴയ്ക്കാൻ ഒരു ഉണ്ടെന്ന് എനിക്ക് പേടിച്ചു. ആ ഷിയാസിന്റെ അടുത്ത് പോയപ്പോ പാട്ട് ചെറുതായിട്ടൊന്ന് അവനെ പരിചയപ്പെട്ടവരെ പേടിച്ചില്ലേ? ഈ പാട്ട് നമ്മൾ അനു ഗ്രീൻ റൂമിൽ നമ്മളെ നീ ഡയലോഗിനകത്ത് കേറ്റാൻ വേണ്ടിയായിരിക്കും നീ ഭക്ഷണം കഴിക്കാൻ ക്യാമറമാൻ. അല്ല, എനിക്ക് പേടി വെച്ചാൽ എന്നെക്കാളും നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു ഗായിക എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ചീത്ത പേരാവില്ലേ? ചെറിയ ഈഗോ അടിക്കുന്നുണ്ട്. അനു പാടണോ? അല്ലല്ല ചേച്ചി, നിങ്ങൾ എന്നെ നിർത്തി അപമാനിക്കാനോ ഭാഗമായിട്ടല്ലേ അനുവിനെ കൊണ്ട് ഈ പാടിപ്പിക്കുന്നത്? ചേച്ചി മാത്രം ഇത്രയും സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ പാടിപ്പിക്കുക. അത് നമുക്ക് ചിലപ്പോഴേ അങ്ങനെയല്ല, നമ്മുടെ കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അനു ഗംഭീരമായിട്ട് പാടും. വേണോ അത്? അത് റിമിയുടെ ഒരു കൊമ്പൊടിക്കാൻ കൂടിയാണ് കൂട്ടിക്കോ. ഓൾറെഡി കൊമ്പൊക്കെ ഒടിഞ്ഞേട്ടെ. കേൾക്കുമ്പോ ആ കൊമ്പ് വെച്ച് ചേട്ടാ, കഴിഞ്ഞ ദിവസം അനു പാടിയിട്ടുണ്ടായിരുന്ന ഹരി മുരളീരവുണ്ട്. അത് ഭയങ്കര വൈറലായിരുന്നു. ജനങ്ങൾ എന്നെ വിജയാശ്വാസ് വിളിച്ചിട്ട് എന്റെ നമ്പർ മേടിച്ചിട്ട് അനുവിന് കൊടുക്കാമെന്ന് ഞാൻ ചോദിച്ചു. അതും വൈറലായിരുന്നു. അനു ഇതൊക്കെ പാടുവോ? ഗംഗയെന്ന് പാടിയപ്പോ അവിടുന്ന് ഉത്തർപ്രദേശിൽ നിന്ന് എങ്ങാണ്ട് ഗംഗ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു. അതുപോലെ മധുമൊഴി രാധ അത് 20 മിനിറ്റ് ആണ്. തീർച്ചയായിട്ടും വളർന്നു വരുന്ന കലാകാരികൾക്ക് നമ്മുടെ എല്ലാവിധ പ്രോത്സാഹനവും. മാറുന്ന കരഞ്ഞാൽ മതിയല്ലോ, അല്ല പ്രോത്സാഹിപ്പിക്കാൻ റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. നീ ആ സമയത്ത് ഈഗോ അടിച്ച് പ്രശ്നം വരുന്നത് സാരില്ല. നമ്മൾ പുറത്ത് പറഞ്ഞു പറഞ്ഞ കാര്യം ചേച്ചിക്ക് കുറച്ച് അസൂയുണ്ട്, കുറച്ച് ഈഗോ ഉണ്ട്. പക്ഷെ അനു പാടുവനും. പക്ഷെ എല്ലാരും പാടുന്നതിന് മുന്നേ വെള്ളം കുടിക്കില്ലേ? പക്ഷെ ഞാൻ പാടുന്ന മുന്നേ മുളക് അടിച്ചാലേ എനിക്ക് പാടാൻ പറ്റും. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. ഒറിജിനൽ മുളക് തരാം. പാടി കഴിയുമ്പോ നമ്മൾ വെള്ളം കുടിക്കും. അതിന് ശ്രുതിപ്പെട്ടി ഉണ്ടോന്ന് വെച്ചപ്പോ ശ്രുതി നോക്കിയാ തീപ്പെട്ടി മതിയോ? അനു മുളക് വേണോ? കാന്താരി മുളക് ഫ്രഷ് ആയിട്ട് ഇപ്പൊ പൊട്ടിച്ചു തരാം. എന്നാ പാടാം. ഓക്കെ, കഴിക്കണേ. അറിയാലോ, അമ്പിളിമാമനെ കൊണ്ടുവരാൻ പറഞ്ഞാലും നമ്മുടെ സ്റ്റാർ മാജിക് ടീം കൊണ്ടുവരും. ഇത് കഴിക്കുമ്പോ ഒരു 1.5 വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ശ്രുതി തരും. जाने दिल को परा जिम्बरा का मेरे दिल को मेरा सानया सीका बारा आओ आओ दिल बारा है आओ आओ मेरे कमा है जिल बारा आओ पिया तो फिर जिन्ना दे बात हो मेजिका ഞാൻ ഹിന്ദി നിഘണ്ടു വാങ്ങി അർത്ഥം എനിക്കറിയാം. മനസ്സിലാക്കാൻ നിഘണ്ടൂരില്ലാത്തതാണ്. ഇത് റിമിക്ക് വേണ്ടി അനു കാണിച്ച മുളക് കോമഡി പാട്ട്. മലയാളം പാട്ട്. അതാണ് മണ്ണിന്റെ മണമുള്ള, ഇത് മുളകിന്റെ മണമുള്ള പാട്ടാ പാടി. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എനിക്കൊന്ന് പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയാണെന്ന്. ചേട്ടാ, നീ സിംഗറായിട്ട് നീ ശ്രദ്ധിക്കരുത്. നിനക്ക് മ്യൂസിക് ചെയ്യാൻ ഒരു കഴിവുണ്ട് അല്ലേ? അത് മുന്നേ ഇവിടെ പാടിട്ടുള്ള കേട്ടോ. അപ്പൊ നീ ഇത്ര നേരം ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണോ പാടിയത്? തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാല ഇലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാല ഇലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം മന്ത്രത്താ
അനുവിന് സ്പെഷ്യൽ താങ്ക്സ് കാരണം ഇത്രയും നല്ലൊരു പാട്ട് ഓർമ്മിപ്പിച്ചതിന് താങ്ക് ഈ യു ഇത്ര നല്ല പാട്ടാണ് നീ ഇപ്പൊ ഇത്ര നേരം പാടിയത് ആണോടി? പക്ഷെ ഒരു പ്രചോദനമായിരുന്നു അവള്. അത് പ്രചോദനമായത് നമ്മുടെ അനുകുട്ടി കാരണം. അതെ, അടിമാലി പറഞ്ഞിട്ടില്ല ആ പാട്ട്. അടിമാലി ആ ഊഞ്ഞാലേ അനു പാടാമോ എന്ന് പറഞ്ഞ സാധനമില്ല, അത് റിമി പാടിനേക്കാൾ എനിക്കിഷ്ടം അനു പാടി. ഒന്നും പാടിക്കടി. ഊഞ്ഞാലേ അങ്ങ് വിട്ട് ശരി, ഇവിടെ ശ്രീവിദ്യ ഉണ്ടായിരുന്നല്ലോ, അനുവിന്റെ അതേ വേവ് ലെങ്ത് ആണ് ഇപ്പുറത്തെ ടീമിൽ അങ്ങനെ ഒരാൾ. അവിടെ ഇച്ചിരി വേവ് കുറവാന്നുള്ളൂ. സുധീന പറഞ്ഞേട്ടാ അനുവിന്റെ വൃക്ക നന്നായില്ല. വൃകയെന്ന് പറഞ്ഞത് നീ കോട്ടിട്ട് കണ്ണടയൊക്കെ വെച്ചാൽ എനിക്ക് ഒരു വലിയ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നത്. നീ അത് ഊരി കളഞ്ഞിട്ട് നിൽക്കണം, അതാണ് എന്റെ ഏതായാലും ഇന്ന് നമ്മുടെ എപ്പിസോഡില് ഒരുപാട് കളിയും ചിരിയും തമാശകളും കുറച്ച് കുറുമ്പ് എലമെന്റ്സും കൂടെ നന്നായിട്ടുണ്ടായിരിക്കും. കാരണം രമി ചേച്ചിയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. സോ പേഴ്സണലി വളരെ സ്നേഹത്തോടെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം റിമി ടോമി. അപ്പം നമുക്കിവിടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്, നമ്മുടെ ഒരു ആചാരമാണ്. ഞാൻ അത്ര ദൂരത്ത് പോയിരിക്കണമല്ലോ എന്നൊരു സങ്കടം. ശരി, അപ്പോ നമ്മുടെ സിഗ്നേച്ചർ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ചേച്ചി ഡാൻസ് ചെയ്യുന്നുള്ളത് അറിയാം. ഇത് പക്ഷെ ഇത്തിരി കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് എപ്പിസോഡ് തുടങ്ങണമെങ്കിൽ ആ സ്റ്റെപ്പ് വെക്കണം. അപ്പം നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ മൂത്തക്കാരനവരെ പുള്ളിയാണ് ജന. ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇടതുകൈ മുകളിലേക്ക് ഉയർത്തി വെച്ച് സ്ഥാനത്തേക്ക് നോക്കി 3, 4 അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്കല്ല് കൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ മുറ്റത്തെ ചെറിയ രക്തം വെറുക്കാൻ അപ്സരകന്യകളിൽ പോരൂ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്കല്ല് കൊണ്ടേഴ് വിലയുള്ള കൊട്ടാരമുണ്ടേ തിരികരി തിരികരി തിരിത സരിഗമപദനി സരിഗരി ധനിതപമഗരി ഞാനൊരു ട്രിക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. എന്തിനുള്ള ട്രിക്കാ? ജയിക്കാനുള്ള ട്രിക്കാ. ഞാൻ ചോദിക്കട്ടെ രമി ചേച്ചി, ഈ കുട്ടിക്കാലത്ത് ആനവാൽ മോതിരത്തിനോ അല്ലെങ്കിൽ ആനക്കാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ആന എന്ന് പറയുമ്പോ പേടിയാണോ, ഭയങ്കര ഇഷ്ടമാണോ, ആനപ്പുറത്ത് കേറിയിട്ടുണ്ടോ? ഇല്ല, ആനപ്പുറത്ത് കയറിയിട്ടില്ല. ആന പരിസരത്ത് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പ്രോഗ്രാമിന് വരുമ്പോ എത്ര പൊളി പരിപാടിയാണെങ്കിലും ആൾക്കാർ പ്രോഗ്രാം കണ്ട് നേരം വെളുത്തിട്ട് എഴുന്നേറ്റ് പോകുള്ളൂ. പരിപാടി നന്നായിട്ടല്ല, രാത്രി എഴുന്നേറ്റ് പോയി ആനയെ ഒട്ടി കൊല്ലും. അതെ, നമ്മളീ അങ്ങനെയാണ് അടിമാലി ഹിറ്റായത്. അതാണ് ആനേനെ കണ്ടിട്ടുള്ള ശീലം. കാരണം ഉത്സവത്തിന് അല്ലേ ഉത്സവത്തിന്റെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ആന ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ വേറെ കാര്യമുണ്ട്, ഈ ആനയുടെ പുറക് കണ്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ അത് പറഞ്ഞു കേട്ടിട്ടില്ലേ, നല്ല നല്ല ഐശ്വര്യാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങള് നേരിട്ട് കാട്ടാനെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കുഞ്ഞിലെ കുഴിയാന കണ്ടിട്ടുണ്ടോ? കാട്ടാനെ കണ്ടിട്ടുണ്ടോ? ഹയർ റേഞ്ചിൽ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ പല പ്രാവശ്യം പല പ്രോഗ്രാമിലെ ആളുകളും തൊട്ടടുത്താണ്, ഇത്ര അടുത്ത് ആന നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പേടിച്ചു പോയിട്ടുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞത്, നിന്നെ പറ്റി നുണ പറഞ്ഞല്ല, സത്യം. സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് പരുമ്പിൻകാട്ടിൽ ആന കേരളോട് കേര. അതെന്താ അങ്ങനെ ഒരു റൗണ്ട്? ഞാൻ വന്ന ദിവസം ഏതാ ഈ മറ്റേ സ്റ്റേജ് ഷോ കഴിഞ്ഞ് പോകുമ്പോ ചിലർ പറയും ആന കരിമ്പ് കയറി പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു റൗണ്ട് എനിക്ക് മനസ്സിലായില്ല. ചേച്ചി, ഇവിടെയുള്ള ചില കഥാപാത്രങ്ങളായിട്ട് ഇതിന് ഈ ഒരു പേരിന് യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ ഗെയിമിന് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ആ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ പിള്ളേർ എത്ര നേരം ഈ ആനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലേ. അപ്പൊ ഏതായാലും ടോട്ടൽ 4 പേര് വെച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഈ ആന ആ ഒരു സൈഡിലേക്ക് പോകുമ്പോ അവിടെ ഓപ്പോസിറ്റ് കുറെ കരിമ്പുണ്ട്. കരിമ്പ് അവിടുന്ന് ഒരെണ്ണം പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് ആന അത് കൊമ്പ് വെച്ചിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഇവരെന്ത് ചെയ്യണം, ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോയിട്ട് ഓപ്പോസിറ്റ് ഇവരുടെ ടീമിൽ ഒരു മെമ്പർ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണം. അതിനുശേഷം അവിടെ അത് പ്ലേസ് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യണം. അതാണ് ഗെയിം. ഏറ്റവും കൂടുതൽ ഇതുപോലെ കരിമ്പ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. 2 ടീം ഒരുമിച്ചായിരിക്കും കേട്ടോ. നോക്കാം. അപ്പം കരിമ്പിൻകാട്ടില് ഇനി ആന കേറാൻ വേണ്ടി പോവാണ്. ഏത് ആനയാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്.
പൊക്കിക്കോ പൊക്കിക്കോ. വെരി ഗുഡ് വെരി ഗുഡ്. പൊക്കിക്കോ പൊക്കിക്കോ. അതെ ആനയ്ക്ക് മതം ഇളകിടാ. രവി ചേച്ചി ഒട്ടും പേടിച്ചിട്ടില്ല. ആനയുടെ ചെരുപ്പ് ഊരിപ്പോയി. അല്ല പൊക്കടാ 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 നിഷ. പോലടാ പോലടാ. പല പൊക്ക പല പൊക്ക. അങ്ങനെ തന്നെ അത് തന്നെ അത് തന്നെ. തല പൊക്കി പിടിച്ചോ. അയ്യോ മോഹന കൃഷ്ണ ആനയ്ക്ക് ഇപ്പൊ ഡാൻസ് ഒന്നും കളിക്കണ്ടേ? അയ്യോ ഇവിടെ പുറത്തുകൂടെ പറഞ്ഞേ. അങ്ങനല്ല. പൊക്കോ തല പൊക്കോ. ആരെങ്കിലും ചെരിഞ്ഞിടക്കാൻ പാടില്ല കേട്ടോ. എനിക്കു ഇവിടെ ഒരു ആന ചെരിഞ്ഞോട്ടോ. വിളിച്ചുണ്ടോ കൊമ്പ് ഊരി എടുക്കാം. ഇല്ല ചെരിഞ്ഞേ. ആനയ്ക്ക് പിത്തളകി. ശരിക്കും ഒരു ആന വയ്യാണ്ടായോ? ഇതാണ് ആനയുടെ ഉള്ളിലുണ്ടായിരുന്ന വീരന്മാർ ഇവർ രണ്ടുപേരിട്ടോ. ആന ചെരിഞ്ഞു എന്ന് കേട്ടോ, ആന മറിഞ്ഞു എന്ന് ഇപ്പോഴാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ഇടയിലൊന്നും ഞെട്ടനൊക്കെ കണ്ടല്ലോ. ആ രണ്ടിനേക്കാളും എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഞെട്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഞെട്ടാണോ? അതെ. ശരി ബിൻചേട്ടാ, എന്താ ഇവിടെ ആക്ച്വലി സംഭവിച്ചത്? എനിക്കറിയാം നമ്മളെ ഈ പിള്ളേരാണ് കാണിക്കാനുണ്ട്. ഈ പിള്ളേരെന്ന് പറഞ്ഞ ബാക്കിലേക്ക് നമ്മുടെ പിള്ളേര് അനീഷേണ്ണൊക്കെ എന്തോ ഒരു ഷോ ഇതുപോലെ ആൾക്കാരെ കൊണ്ട് ആങ്കർ ചെയ്ത് അല്ലെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾ ഇന്ന് ഇത് ഞങ്ങൾ അത് കണ്ടിട്ട് ഞങ്ങളിപ്പോ പണി കൊടുത്തോണ്ടിരിക്കുക. ചെയ്യിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പളേ നമ്മളിപ്പോ ഓൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഗെയിം ഈ റൗണ്ടിൽ ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അസീസ് കെയും സുധിച്ചേട്ടനുമാണ്. അപ്പൊ അതിലൊരു സംശയമില്ല, ഇതിൽ ജയിച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവരുടെ ടീമാണ്. ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ് ടു അസീസ് ആൻഡ് സുധിച്ചേട്ടൻ. ഓക്കെ. അപ്പൊ ഇതിലും കരിമ്പും കാട്ടില്ല. ആന കേറലോട് കേറൽ ഇങ്ങനെ ആന കയറിക്കൊണ്ടേയിരിക്കാണ് കേട്ടോ. അനു തോറ്റിട്ടിരിക്കല്ലേ? അങ്ങോട്ട് നോക്കിക്കണേ. അല്ല ചേട്ടാ എന്തിനാ കൊറേ ആടുകളാ വീടിന്റെ അവിടെ ഒന്നിക്കണേ? അത് ആടല്ലടി തങ്കച്ചനാ. നീ ആരോടെങ്കിലും മിണ്ടുണ്ടോന്ന് പറയാൻ ആടിന്റെ വേഷം കിട്ടും. പക്ഷെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഞാന് ഇങ്ങനെ 12K 14K 16K എന്നൊക്കെ നമ്മൾ യൂട്യൂബ് വ്യൂസ് ഒന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്ക്രീനിന്റെ കാര്യം ഇവിടെ ഇരുന്ന് നോക്കുമ്പോ ഇത്രയും വലിപ്പമുള്ള ഒരു സ്ക്രീൻ ഞാൻ ഫസ്റ്റ് ടൈം കാണുവാ. 12K വിസ്താര അത്രയും വിസ്താരം ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിലും നമ്മുടെ 12K വിസ്താരയിൽ റിമിശേഷിയുണ്ട് നമ്മുടെ കൂടെ. ഈ സുധിയുടെ കോമഡിക്ക് ഭയങ്കര വിസ്താരം. അത് കൊള്ളാൻ വേണ്ടിട്ട് ഇത്രയും വലിയ വിസ്താരം. അധികം കോമഡികൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഈ ആന എന്താ ചുമ്മാ നിക്കുന്നവിടെ? മര്യാദയ്ക്ക് പോ
എടുത്തോ മുമ്പോട്ടോ മുമ്പോട്ടോ. ഞാനേ പറഞ്ഞ വിലക്ക് അടിമാലി, ഞാനേ പറഞ്ഞ വിലക്ക്. എന്നടാ കാണിക്കണേ? ഇതാണ് കൊമ്പ് കോർക്കുക എന്ന് പറയുന്നത്. പിടിയാനെ ആനയ്ക്ക് മറവിളക്ക് ആനക്കല്ലാതെ ഈ പാപ്പാനും മകളെ അങ്ങനെ ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴും വീണ്ടും ഷാഫിക്കയുടെ ടീം ലീഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് വീണ്ടും സുൽച്ചേന്റെ ടീമിലേക്കാണ് ജയം. ഓക്കെ, ഇവിടെ എന്താ സംഭവം? ഫിഗർ മാറിപ്പോയോ? കഴുതയുടെ ഫിഗർ ആണെന്ന് വിചാരിച്ചോ ഷിയാസ്? ഷിയാസിന്റെ ശ്രദ്ധ തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് ഐശ്വര്യ കൂടെ വന്നപ്പോഴത്തേക്ക് ബാക്കിൽ വന്ന കരിമ്പെടുക്കാനുള്ള ശ്രദ്ധയായിരുന്നില്ല. പക്ഷെ ഷാഫി സമ്മതിച്ചു, നമുക്ക് പാടാൻ മാത്രല്ല, എന്റെ പൊന്നെ എന്തൊരു ഓട്ടമായിരുന്നു. അതാ ചോദിച്ചാ ഉള്ളിൽ ആരായിരുന്നു? അന്നയല്ലായിരുന്നോ? ഈ ഒരു ഗെയിമിന്റെ 2 റൗണ്ട് കഴിഞ്ഞു. 2 റൗണ്ടിലും അസിസ്കഡ്, അതായത് സുൽച്ചേന്റെ ടീമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റൗണ്ടും കൂടെ നമുക്ക് പോവാം, ഫൈനൽ റൗണ്ട്. ഓക്കെ, ഇവിടുന്ന് ബിൻചേട്ടൻ, ഇവിടുന്ന് കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. കഴുതല്ല, ആന, അനുവാന. മെല്ലെ 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 മെല്ലെ. ഓക്കെ, വെരി ഗുഡ്. അവിടെ ശരിക്കല്ലേ, ആ സൈഡ് ശരിക്കല്ലേ, ഈ സൈഡ് ഇങ്ങനെ ശരിക്കോ. സുൽച്ചേന്റെ ടീം പ്രൂവ് ചെയ്തിരിക്കുകയാണ്, അതായത് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാമോ പ്ലീസ്?
ഓക്കെ, അപ്പൊ ഇതിൽ ചേച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു തോന്നി, ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഇല്ലല്ലോ ഇന്ന്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായി പോയി സ്റ്റാർ മാജിക്. ഒരു ഒരു എന്താ പറയാ, ദിനചര്യയുടെ ഒരു ഭാഗം. അപ്പൊ ഒരുപാട് കൗണ്ടേഴ്സ് പറഞ്ഞിട്ടേ അതിൽ നിന്ന് പാപമോക്ഷം കിട്ടാനായിട്ട് ഒരു പാട്ട് പാടിയല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ നിർത്തിയില്ലോ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ കയറാം. സത്യായിട്ടും എല്ലാരും ഭയങ്കര ഹാപ്പി ആണല്ലോ അല്ലെ? അപ്പൊ ഇതിലും ഈ ഒരു മണിക്കൂർ എപ്പിസോഡ് നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നൗ വി ആർ സേയിങ് ബൈ ഫ്രം E-Master Presents Kenme Online English Star Magic, powered by Joe Salicas, Kenan, Vijay AJ App, MYK Latic Creators P100 and Kalyan Jewelers. A Spice Partner Eastern, Online Education Partner Salem MBBS Mobile and Rinse App. Good night.